രായപ്പ പെമ്പിള്ളേരെ വിളിക്കണ എങ്ങനെയെന്ന് കേൾപ്പിച്ചു കൊടുത്തേ. അങ്ങനെയാണോ? രായപ്പ രായപ്പ ഏത് ചാനലാന്ന് വെച്ച് ചോദിക്ക. ആ ഏത് ചാനലാണ്? ഇഷ്ടന്മാരെ വരുവാ. ആ നിങ്ങൾ ഒരു കാര്യമില്ലാത്ത കാര്യമല്ല, എന്തിനാണ് വന്നേന്ന് അല്ലേ? ആ അതാണ് ഇവരൊക്കെ എന്തിനാ വന്നേന്ന് ചോദിച്ചു. ആ പിന്നെ എനിക്കൊന്നും വേറെ പണിയില്ലെന്ന് എന്റെ അടുത്ത്. ഞാനാണ് മുതലാളി എന്ന് രായപ്പൻ അറിയാം. ബാക്കിയുള്ളവരൊക്കെ രായപ്പൻ കടിക്കും പിടിച്ചു. രായപ്പന്റെ അവസാനത്തെ വീഡിയോ ആണ് പോയി. നമസ്കാരം. സത്യം പറയുകയാണെങ്കിൽ രാജപ്പനാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചേക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഓസ്ട്രേലിയൻ ബേർഡിന് രാജപ്പൻ എന്നുള്ളൊരു പേര് ഇടുന്നത്? അല്ല, രാജപ്പൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫ്രണ്ട് മുഖേനയാണ് ഈ രായപ്പനെ കിട്ടിയത്. അപ്പൊ ആ സുഹൃത്ത് പേരിട്ടതാണ് രായപ്പന്. അങ്ങനെ പിന്നെ രാജപ്പനായി. പിന്നെ രാജപ്പന്റെ പേരായിരുന്നു ഒരു അട്രാക്ഷൻ ശരിക്കും പറഞ്ഞാൽ അല്ലേ? ആ അത് തന്നെ അല്ലേ? എങ്ങനെയാണ് ഇതിന് കൂടുതൽ നമ്മളുടെ രീതിയിലായിട്ട് ഒന്ന് സംസാരിക്കാനൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുത്തത്? നമ്മള് ഏത് ബേർഡിനെയും നമ്മൾ അവരോട് സംസാരിച്ചു കഴിഞ്ഞാല്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ തിരിച്ചു പറയും. നല്ല സംസാരിക്കുന്ന ബേർഡ്സ് കേട്ടോ, എല്ലാവരും ഇല്ല. ഇപ്പൊ അതിൽപ്പെട്ട ഒരാളാണ് പുള്ളി. അങ്ങനെ കുറച്ച് പേരുണ്ട് ശരിക്കും. ഈ ഗ്രേ പാരറ്റ്, ആമസോൺ, ഈ ലോറീസിൽ ബ്ലാക്ക് ക്യാപ് ലോറി എന്നാണ് ഇതിനെ പറയുന്നത്. ശരി, അത്രയും നല്ലൊരു പേരിലേക്കാണ് രാജപ്പൻ എന്നൊരു പേരിലേക്ക് എത്തിച്ചത്. ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇട്ടത് എന്നൊക്കെ? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇഷ്ടംമാരെ പേര് ചോദിച്ചിട്ടുണ്ട്. ഈ രാജപ്പന്റെ പേര് ഇത് രാജപ്പൻ ആയതുകൊണ്ടാണല്ലോ ശരിക്കും നിങ്ങൾ വരെ ഇവിടെ വന്നേക്കണം. ശരിക്കും ആ ഒരു പേരാണ് എന്റെ ഒരു അട്രാക്ഷൻ. ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേരല്ലേ. അതും വിദേശ ഒരു പക്ഷിക്ക് നമ്മുടെ ഇവിടുത്തെ ഒരു പേരിടാൻ. ഞാൻ അങ്ങനെ ഇപ്പൊ എന്റെ ഇവിടുത്തെ ഒരു പൂച്ചക്ക് ശരിക്കും അബ്ദുള്ള എന്ന് പേരിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പേരുകളാണ് ഞാൻ കൂടുതലും ചൂസ് ചെയ്യുന്നത്. രായപ്പനെ നല്ല കടിയടിച്ചു. രായപ്പ കേറിയേ. ആ രായപ്പൻ ഭയങ്കര ഫേമസ് ആയി. രായപ്പൻ മുഖേന ഇപ്പൊ നമ്മൾ ഇത്രയും പാട്ടും സിനിമയൊക്കെ പാടി ചെയ്തിട്ട് ഈ രായപ്പൻ മുഖേനയാണ് ഇപ്പൊ എല്ലാരും അറിഞ്ഞത്. അല്ലേ രായപ്പ? അല്ലേ? അല്ല, കഴിഞ്ഞ ദിവസം വെറുതെ എടുത്ത വീഡിയോ ആയിരുന്നു, അല്ലെങ്കിൽ ആ വീഡിയോ ഞാൻ വെറുതെ എടുത്തതാണ്. കാര്യം ചുമ്മാ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോ രായപ്പന് ഞാൻ ഇതുപോലെ ഇരിക്കുമ്പോ ഇവനിങ്ങനെ ഇരുത്തിയിട്ട് സംസാരിക്കും. അങ്ങനെ സംസാരിച്ചൊരു വീഡിയോ ആയിരുന്നു. പക്ഷെ അതിപ്പോ ഞാൻ വെറുതെ എന്റെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ടപ്പോ, ഫ്രണ്ട്സുള്ള ഗ്രൂപ്പിലിട്ടപ്പോ അവരെ പറഞ്ഞതേടാ അത് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പേജിലിട്ടപ്പോഴാണ് ഇത്രയും റീച്ച് വന്നത്. ഞാൻ ഇങ്ങനെ പ്രതീക്ഷ അല്ല ഇത് ഇത്രയും ഇതിലോട്ട് വരുമെന്ന്. പക്ഷെ കണ്ടവര് വീണ്ടും വീണ്ടും ഇങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളൊരു സാധനം പലവരുമായിട്ട് പറഞ്ഞു. ഒരു പ്രാവശ്യമല്ല, 3-4-5-6 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വന്നതിനും മുന്നേ ബിജിക്കുട്ടനൊക്കെ വിളിച്ചിട്ടുണ്ട്, ആക്ടർ ബിജിക്കുട്ടൻ. പിന്നെ കുറെ പേര് എനിക്ക് സിനിമയിൽ നിന്ന് തന്നെ ഇഷ്ടംമാര് പേര്. അപ്പൊ അവരെ പറയണ അവരുടെ വീട്ടിലെല്ലാവരും ഇങ്ങനെ റിപ്പീറ്റ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കണേണ്. അതെ അതെ, ആണ് രായപ്പ ക്യൂട്ടായിരുന്നു അല്ലേ? രാജപ്പൻ ഇപ്പൊ എന്തെങ്കിലും സംസാരിക്കുമായിരിക്കോ? അവന്റെ മൂഡ് പോലെ ഇരിക്കും. രായപ്പ അതെ നീ സംസാരിക്കുമെന്ന്. രായപ്പ 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 അതെ നീ സംസാരിക്കുമെന്ന് ചോദിക്കണം. സംസാരിക്കുമെന്ന്. രായപ്പ രായപ്പ ഇത് ഏത് ചാനലാണെന്ന് വെച്ച് രായപ്പ രായപ്പ ഏത് ചാനലാന്ന് വെച്ച് ചോദിക്ക. ആ ഏത് ചാനലാണ്? ഇത് ഏത് ചാനലാണ്? കൊറേ പേര് വരുന്നുണ്ടല്ലോ അല്ലേ ഇവിടെ? ഇഷ്ടംമാരെ പേര് വരും. ആ നിങ്ങൾ ഒരു കാര്യമില്ലാത്ത കാര്യമല്ല, എന്തിനാണ് വന്നേന്ന് അല്ലേ? ആ അതാണ് ഇവരൊക്കെ എന്തിനാ വന്നേന്ന് ചോദിച്ചു. ആ പിന്നെ എനിക്കൊന്നും വേറെ പണിയില്ലെന്ന് എന്റെ അടുത്ത്. അതന്നെ സത്യം. പിന്നെ ഞാൻ ഇനിയിപ്പോ ആരെ ഞാൻ വരുത്തിക്കൂല കേട്ടോ രായപ്പ. ഞാൻ വരുത്തിക്കൂല. രായപ്പന് ഇനിയിപ്പോ ടെൻഷൻ ആവണ്ട. ഇങ്ങനെ വന്നേ, എവിടെ വന്നേ രായപ്പ, ഇവിടെ വന്നേ. വേണമെങ്കിൽ രായപ്പൻ ഒരു ദേഷ്യം വന്നിട്ടുള്ള അല്ലേ രായപ്പ? അതാണ് ദേഷ്യം വരുന്നുണ്ട് രായപ്പന്. ദേഷ്യം വരുന്നു. ദേഷ്യം വരുന്നുണ്ട് രായപ്പന്. ഫുഡ്സ് ഒക്കെ എങ്ങനെയാ കൊടുക്കുന്നത്?
ഫ്രൂട്ട്സ് ഇവര് ശരിക്കും മറ്റുള്ള ഈ തത്തകൾ കഴിക്കണ പോലത്തെ ഫുഡൊന്നും കഴിക്കില്ല. ഇവർക്ക് ജ്യൂസി ഐറ്റംസ്, ജ്യൂസ് ആണ് ഇവര് കഴിക്കുന്നത്. ഫ്രൂട്ട്സ് കുരുള്ള ഇതൊന്നും കൊടുക്കാൻ പാടില്ല. എന്താണ് പറഞ്ഞു കൊടുക്കണാണ്. നീ കഴിക്കുന്ന ഫുഡിന്റെ കാര്യം പറയണ്ടേ? നീ കഴിക്കുന്ന ഫുഡില്ലേ, ജ്യൂസ്, നീ അങ്ങനത്തെ. പിന്നെ ഇവർക്ക് ഈ ലോറി ഫുഡ് എന്നും പറയുന്നത് മാർക്കറ്റിലുണ്ട്. അപ്പൊ അത് പുറത്തുനിന്ന് തന്നെ ഫുഡാണ്. അതാണ് കൂടുതൽ കഴിക്കുന്നത്. മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇവര് മെയിൻറ്റെയിൻ, നമ്മള് ഒരു കൊച്ചിനെ നോക്കണ പോലെ തന്നെ നോക്കണവരെ. അങ്ങനെയാണ് ഇവരുടെ പരിപാടികൾ. ഇവരുടെ ഒരു ഓണർ എന്നുള്ള ഒരു സാധനം എല്ലാ ബേഡ്സിനും അവർക്ക് അറിയാം. ഈ രാജപ്പനറിയാം ഞാൻ ഇവിടുത്തെ ഓണറാണ്, അല്ലെങ്കിൽ ഞാനാണ് മുതലാളി എന്ന് രാജപ്പൻ അറിയാം. ബാക്കിയുള്ളവരൊക്കെ രാജപ്പൻ കടിക്കും പിടിച്ചു. രാജപ്പൻ കടിക്കും. മോനെയൊക്കെ കടിക്കും. രാജപ്പൻ എന്നെ മാത്രമാണ് കടിക്കാത്ത. അല്ലേ രാജപ്പ? അല്ലേ? കടി എന്നൊക്കെ പറഞ്ഞ നല്ല കടി കിട്ടും രാജപ്പന്റെ. അല്ലേ? കടിക്കൂലേ രാജപ്പൻ? കടിക്കൂലേ? രാജപ്പൻ പെമ്പിള്ളേരെ വിളിക്കണ എങ്ങനെയെന്ന് കേൾപ്പിച്ചു കൊടുത്തേ. അങ്ങനെയാണോ? അപ്പൊ രാജപ്പനൊരു വൈഫ് ഉണ്ടായിരുന്നു അല്ലേ രാജപ്പ? രാജപ്പന്റെ വൈഫ് മരിച്ചുപോയി അല്ലേ രാജപ്പ? സങ്കടത്തിലായിരുന്നു കുറെ നാള് രാജപ്പൻ. രാജപ്പന് വൈഫ് ഉണ്ടായിരുന്നു പറഞ്ഞാണ്. രാജപ്പന്റെ വൈഫിന്റെ പേരെന്തായിരുന്നു? തങ്കമണിന്ന്. അതൊന്നും പറയണ്ട അല്ലേ? വെറുതെ ആവശ്യമില്ലാത്തൊരു കാര്യങ്ങള് ചോദിക്കരുത് അല്ലേ? പിന്നെ അലമ്പ് അതൊക്കെ ഒന്ന് ചോദിക്കാൻ കൊള്ളൂല അല്ലേ? അത് കഴിച്ചു. ഇപ്പൊ വേറെ ആളാണ് രാപ്പന് അല്ലേ? രാപ്പന്റെ വീഡിയോ കണ്ടിട്ട് കണ്ടമാനം പേര്. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മള് ഞാൻ പറഞ്ഞ പോലെ ഒരു ക്രൈസിന്റെ പുറത്ത് ചെയ്തതുമാണ്. ഇത് ഇട്ടപ്പോ ഇത് ഇത്രയും ജനങ്ങളുടെ ഇടയിൽ പോയല്ലോ. എനിക്ക് വേണം ഒരു ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് 2 മില്യൺ ഒക്കെ മേളിൽ ഇപ്പൊ പോയി. അപ്പൊ ഈ പല സ്ഥലത്തുനിന്ന് പല ആളുകള് ഞാൻ ഏതാണ്ട് കിളിക്കച്ചവടക്കാരനെന്നുള്ള ഒരു രീതിയിൽ വിളിച്ചിട്ട്, ഹലോ കിളിക്ക് എത്ര, മറ്റേ കിളി എത്രയാണ്? ഞാൻ പറയാം എന്റെ പൊന്നായിട്ട് ഞാൻ കച്ചവടക്കാരനല്ല. അപ്പൊ അവരിങ്ങനെ അവർക്കറിയില്ലല്ലോ. ആക്ച്വലി അവർക്ക് നമ്മളെന്താ കിളിയുടെ ബിസിനസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആളാണെന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കും ചേട്ടാ വേറെ അപ്പൊ പിന്നെ ഈ തത്ത, ഈ പഞ്ചവർണ്ണ തത്ത എവിടെ നിന്നാണ്, ഇത് എത്രയാണ്? അപ്പൊ ഞാൻ ഇതിന്റെ റേറ്റ് പറഞ്ഞപ്പോ അയ്യോ അത്ര വില. ഞാൻ പറഞ്ഞു ഇത് പുറത്തുള്ള വേടാണ്, ഇവിടെ ഉള്ളതല്ല എന്ന് പറഞ്ഞു. അതാണ് അല്ല രായപ്പ. രാജപ്പൻ എത്രയായിരുന്നു? രായപ്പനിപ്പോ ഒരു 45 ഒക്കെ ഉണ്ട് ശരിക്കും ഇപ്പോഴത്തെ ഒരു റേറ്റ് പ്രകാരം. ഇതിന്റെ കുഞ്ഞിനട്ടാ വലുതിന്. രായപ്പന് ഇപ്പൊ ഭയങ്കര വലിയ ഓഫറൊക്കെ പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട്. അയ്യോ ഞങ്ങൾക്ക് തരൂ, അതിന് എത്ര പൈസ. പക്ഷെ നമ്മള് കുടുംബത്തിലൊരാളെ വിൽക്കണ പോലെ പോവും. ഞാൻ കൊടുക്കൂല കാര്യം. രാജപ്പൻ അല്ലേ രായപ്പാ?